നമസ്കാരം. ടീം വി ഡി സതീശൻ്റെ ഒരു പേജ് കോർഡിനേറ്റർ, അതായത് ടീം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പേജുണ്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ. ആ പേജിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പിടിയിലായത് വലിയ ചർച്ചയിലേക്കൊക്കെ പോയതാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു വിവരം, നമ്മുടെ കേരളത്തിലെ അദ്ദേഹത്തിന് എന്തിനാണ് പിടിയിലായത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MDMA കേസിലാണ് അദ്ദേഹം അറസ്റ്റിലാകുന്നത്. അപ്പം ആ MDMA കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിൽ പിടിയിലായിരിക്കുന്ന ഈ KH മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേരളത്തിൽ ചെറിയ ഒരു കച്ചവടക്കാരനല്ല. എന്ന് വെച്ചാൽ ഏതെങ്കിലും കുറച്ച് സ്കൂൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ വേറെ കോളേജ് കുട്ടികൾക്കോ അങ്ങനെ എന്തെങ്കിലും മുക്കാച്ചക്രത്തിന് ഈ സാധനം വിറ്റ് നടക്കുന്ന ഒരു സാധാരണക്കാരനല്ല. കേരളത്തിലെ ഒരു മൊത്തക്കച്ചവടക്കാരനാണ് എന്ന് പറയും. അതായത് ഹോൾസെയിൽ ഡീലറാണ് അക്ഷരാർത്ഥത്തിൽ ഈ KH മുഹമ്മദ് ഹുസൈൻ. ഇന്നോ ഇന്നലെ അല്ല ശരിക്കും ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുമായി അടുപ്പം ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആളിനുണ്ടായത്. നേരത്തെ മുതൽ തന്നെ ഒരു ബന്ധമുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു ബൂത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെയെല്ലാം കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധമുള്ള ഈ മുഹമ്മദ് ഹുസൈൻ്റെ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് കോൺഗ്രസിനകത്തുള്ള ഒരു പൊടി കുഞ്ഞിന് പോലും അറിയില്ല എന്ന് ആരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട. കാരണം അത് സത്യമായിരിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ KH മുഹമ്മദ് ഹുസൈൻ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ വിവരങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തടി തപ്പാൻ കഴിയുമോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയം തോന്നാം. പക്ഷേ അതിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് അറിവുണ്ട് ഉണ്ടോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. എനിക്കറിയില്ല എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഈ മുഹമ്മദ് ഹുസൈനെ തള്ളിക്കളയാൻ ഒരു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറാവേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ ഒരു ചുമതല അയാളെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെയോ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തടി തപ്പാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയുടെ പോലീസാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ മുഹമ്മദ് ഹുസൈനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വി ഡി സതീശൻ ഇപ്പം വലിയ റോള് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവരുടെ ഒരു ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ വരുന്ന കൂടുതലായി നമ്മൾ പറഞ്ഞില്ലേ, ബംഗളൂരുവിൽ നിന്നാണ് ഇവർക്ക് വേണ്ട ആവശ്യമായ ഈ സാധനങ്ങളെല്ലാം, അത് MDMA പോലെയുള്ള മയക്കുമരുന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. അതായത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ കൊച്ചിയിലേക്ക് എത്തുന്ന ഈ സാധനം നമ്മുടെ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 230 ഗ്രാം സപ്ലൈ ഉണ്ട്. അതോടൊപ്പം കണ്ണൂർ ജില്ലയിൽ ഏകദേശം 130 ഗ്രാം എന്ന് അവിടെ കണ്ണൂർ ജില്ലയിലേക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഏകദേശം 140 ഗ്രാം ഈ കാലിക്കടവ്, അതാണ് അവിടെ വെച്ചാണ് ഈ അത് വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അക്ഷരാർത്ഥത്തിൽ കാലിക്കടവിൽ വെച്ചിട്ട്, അതായത് കാസർഗോഡ് വെച്ചിട്ട് പിടിയിലാവുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് 230 ആൻഡ് 360 അതോടൊപ്പം തന്നെ 140 കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു 500 ഗ്രാം, 1/2 കിലോയോളം വരുന്ന സാധനമാണ് ഇവർ കൃത്യമായി ഈ ഓരോ ബേസിൽ സപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ 140 കിലോഗ്രാം അല്ലെ 140 ഗ്രാം ലഭിക്കുന്ന, അല്ലെങ്കിൽ 130, 230 എന്നൊക്കെ പറയുന്ന ഈ ഗ്രാമുകൾ, ഇത് പല ഭാഗങ്ങളിലായി ഇതിന് ചെറുകിട കച്ചവടക്കാർ വേറെയുണ്ട്. അപ്പം ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റീറ്റെയിലേഴ്സ് സാധനം വാങ്ങി ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് പോലെ ചെറിയ ആളുകൾ, ചെറിയ ഏജൻറ്റന്മാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഏജൻറ്റന്മാർ ഈ സാധനം ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഈ ഇവിടെ വെച്ച് കാലിക്കടയിൽ വെച്ച് അങ്ങനെ പിടിയിലാവുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പ്രതികളാണ് ശരിക്കും അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ ബംഗളൂരുവിൽ നിന്ന് ഒരു സ്ത്രീ കൊച്ചിയിലെത്തിക്കുന്ന ഈ സാധനം ഇവിടെ നിന്ന് പലയിടങ്ങളിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് പോകുന്നു. ആ ജില്ലകളിൽ ഒരു മൊത്ത കച്ചവടക്കാരനുണ്ടാവും. അയാളിൽ നിന്ന് പിന്നെ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ചെറുകിട ആൾക്കാർ, ഒരു ജില്ല മുഴുവൻ ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ണികൾ വ്യാപിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ ഇതിൻ്റെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു സീരിയസ്നെസ് വർദ്ധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഒരൊറ്റ മാസം ഈ തൂഫാൻ എന്ന് പറയുന്നൊരു പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ, അതായത് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇയാൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 4 തവണ ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഇടപാട് നടത്തിയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ തന്നെ ഫേസ്ബുക്ക് വഴി ഈ തൂഫാനെക്കുറിച്ച് പുകഴ്ത്തി അടിക്കുകയും ചെയ്തിട്ടുണ്ട്.
അത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. അതായത് അവരുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ UDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തൂഫാനെ അനുകൂലിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലടക്കം ഈ സോഷ്യൽ മീഡിയ പേജുകളിലടക്കം ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ പുകഴ്ത്തി പറയുന്ന ഒരാളാണ് ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനിടയ്ക്കാണ് പിടിയിലാവുന്നത്. ഇനി ഒരു കച്ചവടത്തിൻ്റെ ഒരു പുതിയ രീതിയുണ്ട്. അതായത് ബംഗളൂരുവിൽ നിന്ന് ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം 900 രൂപയ്ക്കാണ് ഈ സാധനം ബംഗളൂരുവിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ബംഗളൂരുവിൽ ഇതിൻ്റെ ഒരു ഉറവിടം ഉണ്ടല്ലോ. ബംഗളൂരു ആരാ ഭരിക്കുന്നത് നമുക്കറിയാം, അത് കർണാടക സർക്കാരാണ്. ആ കർണാടക സർക്കാർ ആരാണ് നമുക്കറിയാം, കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസ്സുകാരാണ്, DK ശിവകുമാറാണ് അവിടെ മുഖ്യമന്ത്രി. അപ്പോൾ നോക്കിക്കോളൂ, കർണാടകയിൽ നിന്ന് ഗ്രാമിന് 900 രൂപ എന്ന നിരക്കിൽ എടുക്കുന്ന ഈ സാധനം അവിടെ നിന്ന് 2200 രൂപ എന്നുള്ള കണക്കിലാണ് ചെറുകിട കച്ചവടക്കാർക്ക് മറിച്ച് വയ്ക്കുന്നത്. അപ്പം ഏറെക്കുറെ 900 രൂപയുടെ സാധനം 2200 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1300 രൂപ ലാഭത്തിലാണ് അവിടെ പുറത്ത് കച്ചവടം ചെയ്യുന്നത്. ഇനി ചെറുകിടക്കാരെന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടെ കൂടിയ തുകയ്ക്കായിരിക്കും വിൽക്കുന്നത്. അത് ഗ്രാമിന് 3000 രൂപ മുതൽ 3500 രൂപ വരെ അതിന് റേറ്റ് പോവാം. ചിലയിടങ്ങളിലേക്ക് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. മിക്കവാറും 5000 6000 എന്നൊക്കെ പറയുന്ന ഒരു റേറ്റിലേക്ക് ഒരു ഗ്രാമിൻ്റെ വിലയാണ് പറയുന്നത്. ആ നിലയ്ക്ക് ഇതിൻ്റെ കച്ചവടം നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടന്നു വരുന്നുണ്ട്. അപ്പം കേരളത്തിൻ്റെ 14 ജില്ലകളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലേക്ക്, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതിനകത്ത് നിന്നും കൊച്ചിയിലെത്തുന്ന ഈ സാധനം മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡും എത്തി. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വടക്കൻ ജില്ലകളിലെ ഒരു പ്രധാന ഏജൻ്റായി തന്നെ 4 പേരടങ്ങുന്ന ഒരു സംഘമായി തന്നെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ സംഘവും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് മിക്കവാറും കൂച്ചുവിലങ്ങിടാനായിരിക്കും മിക്കവാറും തീരുമാനമുണ്ടാകുക. കാരണം തൂഫാൻ എന്ന് പറയുന്ന ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി കൂടുതലും കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗ് പ്രവർത്തകരോ പിടിവീഴാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതായിരിക്കും ഇനിയും നമ്മുടെ ചെന്നിത്തലയുടെ അടുത്ത അന്വേഷണം. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, മുഖ്യമന്ത്രിയുടെ പേജ് കോർഡിനേറ്റ് ചെയ്യുക, മീൻസ് ടീം VD സതീശൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ, VD സതീശനുമായി വളരെ അടുപ്പമുള്ള ഒരാൾ, VD സതീശൻ്റെ തോളിൽ കൈയിട്ട് നടക്കാൻ അടുപ്പമുള്ള ഒരാൾ, ഈ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുമായി ഏറെ അടുപ്പമുള്ള ഒരാൾ. ഇങ്ങനെ പൊളിറ്റിക്സിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്കകത്ത് കിടന്ന് എന്താ പറയുക തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ശരിക്കും പോലീസ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി ഇവിടെ വെച്ച് പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും മിക്കവാറും UDFൻ്റെ അടുത്ത ഘട്ടമായി വരാൻ സാധ്യത. കാരണം കുടുങ്ങുന്നതെല്ലാം കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായവരിൽ കൂടുതലും അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് രാഷ്ട്രീയ ബന്ധം ആരോപിക്കുകയല്ലല്ലോ, രാഷ്ട്രീയ ബന്ധം അതിനകത്ത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. VD സതീശന് ഒരിക്കലും അത് മാസ്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. VD സതീശനോടൊപ്പം നടക്കുന്ന, VD സതീശൻ്റെ ഒപ്പം ഇരിക്കുന്ന, VD സതീശൻ നിൽക്കുമ്പോഴും ഈ പറയുന്ന മുഹമ്മദ് ഹുസൈൻ ഇരിക്കുന്ന ദൃശ്യങ്ങൾ വരെ നമ്മളിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി കണ്ടു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും തള്ളിക്കളയാനൊന്നും കഴിയില്ല. ഒരുപക്ഷെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ഇനി ആകെ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം പതുക്കെ ഏകദേശം ഇതിൻ്റെ ഒരു തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിൻ്റെ സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ സ്ട്രെങ്ത് കുറച്ചുകൊണ്ട് വന്ന് ഒരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1.5 മാസം കൊണ്ടോ ഈ തൂഫാനെ പതിയെ കൊല്ലുക എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ മുന്നിൽ ഇനിയുള്ള ഏക പോംവഴി. കാരണം ഇനിയും അന്വേഷണം മുന്നോട്ട് പോയാൽ പല കോൺഗ്രസ് നേതാക്കന്മാരും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവന്മാർ ഇതൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടാണ് ആ വഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിൻ്റെ മകൾ ജിജിയോട് ഇത്രയും അനാവശ്യം പറഞ്ഞത് എന്ന് നമ്മൾ ഇപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് കൂടിയാണ്.